ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് ഈ പത്മകുമാർ എന്നും ഒരു പേടി സ്വപ്നമായി. 5 എണ്ണം നിരന്നിരിക്കുകയാണ്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ തുടർച്ചയായി ഇവിടെ സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് ഇരിക്കുന്നത്. 5 പേർക്കും പെറ്റിയുണ്ട്, ഞാൻ തന്നിട്ടേ പോവൂ. അതുപോലെ തന്നെ നിന്റെ ശ്രദ്ധയ്ക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇടണ്ട, പക്ഷെ പാന്റിന് ഒരു ബെൽറ്റ് വാങ്ങിച്ചു. 24 മണിക്കൂറും 2 സ്റ്റെപ്പ് വെക്കും. ഇതെന്തോന്നാണ്? അതുകൊണ്ട് ബെൽറ്റ് ഇട്ടോണ്ടേ ഇനി വരാവൂ. അതുപോലെ മേഡത്തിന് ഒരു 2000 രൂപ പെറ്റിയുണ്ട്. അതായത് ഈ നിയമലംഘനം കണ്ടിട്ടും അവിടെ നിന്ന് ചിരിച്ചു. അപ്പൊ ആ പെറ്റി ഞാൻ ആദ്യം അടിച്ചങ്ങ് തരും. ആ മേഡത്തിന് പേരെന്ന് പറഞ്ഞേ? ശ്വേതാ മേനോൻ. പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അമ്മുക്കുട്ടി എന്ന് വിളിക്കും. ഒരു പെറ്റി അങ്ങ് എഴുതി തരും. അതാകുമ്പോ AMMA കുട്ടി. പിന്നെ ഒരു ഗുണവും കൂടെ ഉണ്ട്, ഒറ്റ റെസിപ്റ്റ് തന്നെ 2 പെറ്റി പോവും. അമ്മൂനും പോവും, കുട്ടിക്കും. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് പോവും. ചെറിയൊരു പെറ്റിയുണ്ട്, ഓവർ മേക്കപ്പ്. KSRTCയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധ പോവും. അതിനാൽ മേക്കപ്പ് പാടില്ല, അതുകൊണ്ടാവും. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഐ ആം എ സ്ട്രിക്റ്റ് ഓഫീസർ. ആ എന്റെ പറഞ്ഞു. വാ വാ വാ. അയ്യോ, പോലീസ്. ഹലോ, ഇവിടെ ഒരാളുണ്ടായിരുന്നില്ലേ? അതാരാണ്? ഭർത്താവ് എവിടെ പോയി? ഓടിപ്പോയി. യോ, ഫസ്റ്റിലെ ലോജിക് മിസ്റ്റേക്ക്. നിങ്ങൾ ആക്റ്റീവല്ലേ വന്നത്, പിന്നെ എങ്ങനെയാണ് അയാൾ ഓടിയിൽ പോകുന്നത്? വീട്ടിലെ ഓടിയിൽ വരണമായിരുന്നു. അതല്ല സാറേ, സാറ് കണ്ടിട്ട് അങ്ങനെ പേടിച്ച് ഓടിപ്പോയെന്ന്. സാധാരണ എന്നെ കാണുമ്പോ അങ്ങനെ പലരും ഓടി പോവാറുണ്ട്. കുട്ടി ഇറങ്ങും. സാറേ ഒന്നും കൂടി വരുമോ? എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഒരാളെ ബാലൻസ് ചെയ്യണ്ടേ, ഇതിനകത്ത് ഇറങ്ങാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? ശരിയാക്കി തരാം. ഇറങ്ങിക്കോ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇറങ്ങട്ടെ. താങ്ക് യു സാർ. ഇത് പിടിച്ചിറങ്ങിയതാണോ പിച്ചിറങ്ങിയതാണ്? അത് ഞാൻ വീഴാതിരിക്കാൻ അള്ളി പിടിക്കുന്നതാ. സാധാരണ ഭർത്താവിനെ എങ്ങനെയാണ് പിടിക്കുന്നത്? എങ്ങനെയാ? അപ്പൊ ഇവളെ ഭർത്താവിന് തോളിൽ ചതയില്ല, മൊത്തം വാന്തി കൊണ്ടുപോയി. കൂടുതൽ സംസാരിക്കാതെ ഭർത്താവിനെ വിളിക്ക്. മിസ്റ്റർ നാടോടി നിർത്താം. അങ്ങനെ ഇറന്ന് പേട്ടാന്ന് വിളിക്കാനാണോ പറഞ്ഞത്? ഫോണുണ്ടോ? എടുക്ക, എന്നിട്ട് ഫോണിൽ കുത്തി വിളിക്ക്. അതെ സാർ, ഈ ഫോണിന്റെ സ്പീക്കറിന് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വോയിസ് ഡബ് ചെയ്തതാ. ബാക്കി ഞാൻ ഡബ് ചെയ്യാം. അതെ, നീ അവിടുന്ന് രക്ഷപ്പെട്ടായിരുന്ന? എങ്ങനെയെങ്കിലും ആ പോലീസുകാരനെ മയക്കി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ആ പോലീസുകാരൻ പോയി ചേട്ടാ. ഞാൻ മയക്കി പറഞ്ഞു വിട്ട്. എനിക്കറിയാം നീ മയക്കൊന്ന്. ചേട്ടൻ ഇവിടെ നിക്കുന്നു. ഞാൻ ഇവിടെ അടുത്തുണ്ട്. ചേട്ടൻ ഇങ്ങ് വാ. ഇതാ പറഞ്ഞു. ഇങ്ങ് വാ. സാറേ, ഞാൻ ഈ ഫോണിലൂടെ ഇങ്ങനെ ഉമ്മ കൊടുക്കാറില്ല. അത് അവന്റെ തിരിച്ചുള്ള ഉമ്മ കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി നീ കൊടുക്കാറില്ല. മച്ചോ, എന്നാലും സാറൊരു സംഭവം കേട്ടോ, എത്ര പെട്ടെന്ന് ശബ്ദങ്ങൾ മാറ്റിയത്. ഒറ്റ സീരിയലിൽ പെണ്ണുങ്ങൾ കഥാപാത്രങ്ങൾക്ക് ചെയ്യുന്ന ഈ പത്മകുമാരനോട് നിന്റെ കളി പറയല്ലേ? അങ്ങോട്ട് നിന്റെ ഭർത്താവ് വന്നിട്ട് പോയാൽ മതി. മാറിയില്ലേ? ചേട്ടാ, നേരത്തെ നീ എനിക്ക് 5 ഉമ്മ തന്നില്ലേ? ഒരെണ്ണം അല്ലേ തന്നുള്ളൂ, ബാക്കി തന്നത്. നീ അവിടെ നിൽക്കുന്നു, നിന്റെ കൈ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ഇരട്ടകളാ? അല്ലടാ പരട്ടെ. ഇറങ്ങി. സാറ് പുകയിലായിരുന്നല്ലേ? സാറ് പുകയിലല്ലടാ, മുറുക്കാൻ പോയി. അതല്ല, സാറ് പോയില്ലായിരുന്നല്ലേ? സാറേ, ഞാൻ പേടിച്ചിട്ടാണ് ഓടിയത് സാറേ. ഓടോന്തിയാൽ ഏതുവരെ ഓന്തും. തിരിഞ്ഞ് ഓന്തോടിയാൽ ഏതുവരെ ഓടും. ആളെ കിടക്കും കയർ ഓടും. കൊല്ലും ഞാൻ. കാളെ കൊല്ല, കാളെടുത്ത് അത്രയ്ക്ക് ദേഷ്യമാണ്. കാളയല്ലടാ പോത്തെ, നിന്നെ കൊല്ലൂന്ന്. രണ്ടുപേരും കൂടെ വണ്ടിയിൽ ഹെൽമെറ്റും ഇല്ലാതെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? 1000 രൂപ പെറ്റിയുണ്ട്. സാറേ, ഹെൽമെറ്റ് മോഷണം പോയി. മോഷണം പോയി? ഓ,
എന്ന് മോഷണം പോയി? 2026. സാർ ഇങ്ങനെ ഹെൽമെറ്റ് വെക്കാറില്ല, പിന്നെ എങ്ങനെ കറക്റ്റ് ഡേറ്റ് പറയാൻ പറ്റും എന്നാ മോഷണം പോയി എന്നുള്ളത്? അല്ല ചേട്ടാ, ഹെൽമെറ്റ് വെക്കാറില്ല അല്ലേ? എന്താ നിനക്ക് ഹെൽമെറ്റ് വെച്ചാ കുഴപ്പം? ഹെൽമെറ്റ് വെച്ചാലേ മുടി കൊഴിയോന്ന് എനിക്ക് ഹെയർ ഓയിൽ തരണ വൈദ്യം പറഞ്ഞു. മുടിക്കാണ് പ്രാധാന്യം. എടാ, മുടിക്കാണോ പ്രാധാന്യം? നമ്മുടെ ജീവനല്ലേ പ്രാധാന്യം. അപ്പൊ നമ്മൾ ഹെൽമെറ്റ് വെച്ചോണ്ട് നടക്കണ്ടേ? അതിന് നിനക്ക് ഞാൻ ഒന്ന് തരണ്ടേ? ഒന്ന് തരും ഞാൻ. അയ്യോ എന്റെ ഭർത്താവിന് തല പിഴുതെടുത്ത് വലിച്ചെറിഞ്ഞേ. അയ്യോ മേഡം കരയല്ലേ, മേഡം കരയല്ലേ. ചിരിക്കാണ്ടതാണ് ഉണ്ടാക്കി വെച്ചത്. അയ്യോ, sorry. എന്റെ ഭർത്താവിന് തലയാണ് പിഴുതെടുത്ത് വലിച്ചെറിഞ്ഞത്. മേഡം ആരും പറയില്ല, ആരോടും പറയരുത്. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ വിഷയമാവും. ഞാൻ പറഞ്ഞില്ലെങ്കിലും ആ നിൽക്കുന്ന വഴിപോക്കൻ പോയി പറയും, നോക്കിക്കോ. നീ ഒന്നും കണ്ടിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല. നമ്മള് കണ്ടിരിക്കണേ. നിങ്ങൾ ഇവിടെ നിന്ന് ആ പാവത്തിന്റെ തല വലിച്ചൂരി എറിയണത് നമ്മളെ ഈ 2 കണ്ടുകൊണ്ട് കണ്ടിരിക്കണേ. പറയല്ലേ. ഇത് ഏത് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ നമ്മൾ പോയി പരാതി പറയും. നമ്മള് പറയരുതെന്ന്. ഞാൻ മാത്രമല്ല നമ്മളെ ബീബിയും കാണും കൂടെ. അതുകൊണ്ട് നമ്മൾ കളിക്കണ്ട. ഫാത്തിമ കേറി വണ്ടിയില് അവർക്ക് പോയി സാക്ഷി പറഞ്ഞിട്ട് വരാണ്ട്. ഹലോ, പറഞ്ഞിട്ട് എവിടെ കാണും? നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും. കാണുവോ? ഓ ഇറങ്ങ്. അത് ഫാത്തിമ പൊളിഞ്ഞിറങ്ങും. മേഡം ഒന്നും ഇങ്ങോട്ട് മാറിയേ. ഇങ്ങോട്ട് മാറ, ഇങ്ങോട്ട് മാറ. എടാ, വണ്ടി ഓടിച്ചാൽ മാത്രം പോരാ, നമ്മൾ പെറ്റി അടിക്കുന്നതൊക്കെ സാധാരണയാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ പെറ്റി അടിച്ചാലും കുറച്ച് അവയർനെസ് നിങ്ങൾക്ക് തരും. അവരിൽ ലേസൊന്നും ശരിയാവൂല. തരണമെങ്കിൽ ഇത്തിരി കട്ടിക്ക് തരണം, അല്ല പൊറോട്ടയും ചിക്കൻ ഇട്ടാ. ഈ കോമഡി ആരാണ് നിനക്ക് പറഞ്ഞു തന്നെ? ഈ കോമഡി ആര് നിനക്ക് പറഞ്ഞു എന്ന്? ഇത് പ്രശാന്ത് കരകളോ അമ്പിളിക്കുട്ടനും. ഇനി മേലെ അവന്മാരെ അടുത്ത് പോയി നിൽക്കുവോ? ഞാൻ പോയതല്ല, പിന്നെ എന്റെ അടുത്ത് വന്ന് അടിച്ച് ആപ്പിച്ചത്. ഹിറ്റാവൂന്ന് ഇനി മേലെ അവന്മാരെ പരിസരത്ത് കണ്ണുവട്ടത്തോലും പോകരുത്. ഇല്ല, നശിപ്പിച്ചു കളയും. മാറിയില്ല അങ്ങോട്ട്. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറ. സിവിൽ സ്കോർ നോക്കണം. എന്തിന്? എങ്കിലല്ലേ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ. എടാ അതല്ല, എടാ വീട്ടിൽ നിന്ന് നമ്മൾ രാവിലെ വണ്ടി എടുത്തോണ്ട് ഇറങ്ങില്ലേ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എനിക്കറിയാം സാറേ. ഭാര്യയ്ക്ക് അറിയാം, ഭർത്താവിന് അറിഞ്ഞൂടാ. മേഡം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കൂ, കേട്ട് പടി. പറയട്ടെ, നമ്മൾ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കൊടുക്ക. അടുക്കളയിൽ ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ പുറകുവശത്തെ വാതിലും മുൻവശത്തെ വാതിലും പൂട്ടിയിട്ടുണ്ടോ എന്ന് കൂടി നോക്കണം. കോഴിക്കോട് അടച്ചാൻ നോക്കണ്ടേ? നോക്കണം ചേട്ടാ. കോഴിക്കോട് അടച്ചായിരുന്ന നമ്മുടെ ബീബിക്ക് കൊറയിലുള്ള ഒറ്റ കാര്യത്തിൽ നോട്ടം ഇല്ലാന്നേ. മര്യാദക്ക് സംസാരടാ. എവള് വീട്ടിൽ ഒറ്റ കാര്യം നോക്കും. കോഴിക്കോട് അടച്ചിടാതാണ്. നിങ്ങൾക്ക് എന്താ അടച്ചാല്? ഡെയിലി 7 മുട്ട ഇടും. നിങ്ങളോ? ഞാനല്ല, കോഴി. ആ കോഴിയെ തുറന്നു വിട്ടിട്ട് വന്നത്. എടി കേരളോട്ട് കോഴിക്കോട് അടച്ചിട്ട് വരാം. കോഴിക്കോട് അടയ്ക്കാൻ പറ്റൂല. കോഴിക്കോടിന്റെ താക്കോൽ എന്റെ ഇരിക്കുന്നു. അത് വീട്ടിൽ പോകാനും പറ്റൂല. കോഴിക്കോട് അടച്ച രക്ഷപ്പെടാന്ന് വിചാരിച്ചു. അവിടെ താക്കോല് ഞാൻ പറഞ്ഞിട്ട് ഇനി പോയാ മതി. ഞാൻ പറഞ്ഞത് കുറച്ച് നിയമകാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. ഇതെന്താണെന്ന് അറിയാമോ? അങ്ങനെയാണോ? അങ്ങനെയാണോ അത് ഉണ്ടാക്കുക? ആണോ? കണ്ടുപിടിക്കും. ഒരു കൈ ഇവിടെ, ഒരു കൈ ഇവിടെ. 1 2 3 4 3 4. ഹലോ, നാദിൽദാനാ? അതേ സ്റ്റെപ്പ് ഇട്ടിഞ്ഞ് വാ. സാറിന് സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ട് സംഭവം കയറി. ഒന്നുകൂടെ ഇട്ടോ. 3 4. കിട്ടി തന്നു. അതല്ല, നമ്മൾ പതുക്കെ വളയ്ക്കുന്നതിനാണ് ഈ സിമ്പൽ. പതുക്കെ ആയിരുന്നാലും സ്പീഡിലായിരുന്നാലും വളയ്ക്കുന്നതിന് ഇതല്ല സിമ്പല്.
നിനക്ക് ലൈസൻസ് ഉണ്ടോടാ? ലൈസൻസ് ഇതല്ലേ കാണിക്കുന്നത്? നിക്കറിന്റെ പോക്കറ്റിലുണ്ടാവുന്നു. ഇല്ല 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 ഇല്ലേ? വീട്ടിലായി പൈസ. വീട്ടിലായി പോയാ? ഒരു കാര്യം ചെയ്, ഭാര്യയും വണ്ടി ഇവിടെ നിക്കട്ടെ, നീ പോയി എടുത്തിട്ടോ. അയ്യോ അത് പറ്റൂല. ആ, അവളെ വിടണ സാർ, ഞാൻ ഇവിടെ നിൽക്കാം. അത് പറ്റത്തില്ല, ഭാര്യ ഇവിടെ നിൽക്കും, നീ പോയി എടുത്തിട്ടോ. ഇല്ല 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 ഇല്ല, അവളെ പറഞ്ഞു വിടണ സാർ, ഞാൻ ഇവിടെ നിൽക്കാം. അതെന്താ ഭാര്യ ഇവിടെ നിർത്താൻ പറ്റാത്തത്? കറക്റ്റ് സമയത്ത് വീട്ടിൽ കയറിയെങ്കിലേ അവളെ ഭർത്താവ് അവളെ വഴക്ക് പറയും. അപ്പൊ ട്രാഫിക് അല്ല, ഇമോറൽ ട്രാഫിക് ഉണ്ട്. ഒരു 5000 രൂപ പെറ്റിയുണ്ട്. 2000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റൂം എടുത്തേനെ. എന്റെ പൈസ ഒന്നുമില്ല. പൈസ ഇല്ല, പൈസ ഇല്ല. 5000 രൂപ പെറ്റി അടച്ചിട്ട് നീ പോയാ മതി. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ അന്നദാന ഫണ്ട് ഇതാ. കാവുമൂല അയ്യപ്പൻ കോവില്, വീരണകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. സംഭവം കാര്യമാക്കണ്ട. ഒരു കാര്യം ചെയ്, റെസിപ്റ്റ് ഒന്നും വേണ്ട. ഒരു 4000 രൂപ അടച്ചിട്ട് അവളെ വിളിച്ചോണ്ട് പോക്കോ. റെസിപ്റ്റ് ഇല്ലാതെ പെറ്റി അടയ്ക്കൂല നമ്മള്. കുഴപ്പമില്ല, ഒരു 3000 രൂപ തന്നിട്ട് കൊണ്ട് പോടേ. റെസിപ്റ്റ് കൊടുത്ത് തന്നാലേ നമ്മളെ പെറ്റി അടയ്ക്കുള്ളൂ. എന്തിനാണ് കിടന്ന് ബഹളം വെക്കുന്നത്? 2000 രൂപ അടച്ചിട്ട് പോന്നേ. ആ നിയമം മൂലം നിങ്ങൾ റെസിപ്റ്റ് തരണം. എടേ, ഒരു 1000 രൂപ തന്നിട്ട് പോടേ. പറ്റൂല. 500 രൂപടാ. ഇല്ല, 100 രൂപയിൽ താടാ. 10 മിനിറ്റ് ആയില്ലടാ, ഞാൻ വെള്ളമൊക്കെ വറ്റി. ഒരു 100 രൂപയെങ്കിലും ഇതാ. നിനക്ക് ഇത്ര ഇത് മനുഷ്യ ഇത്ര പാടില്ല, ഇത്ര ആൾക്കാരം പാടില്ല. ഓഹോ, അപ്പൊ നിങ്ങൾ ഒറിജിനൽ പോലീസ് അല്ലല്ലേ? നീ ഒറിജിനൽ ഭർത്താവാ? അല്ല. നീ ഒറിജിനൽ ഭാര്യ അല്ല. പിന്നെ ഞാൻ മാത്രം വന്നിട്ട് ഇവിടെ ഒറിജിനൽ എസ് ഐ ആവണം എന്ന് വെച്ചാ സെയിം പിച്ചെന്ന്. ഇവിടുത്തെ ഈ സ്കിറ്റ് കണ്ടപ്പോഴേ ഇതേപോലത്തെ ഒരു കഥ അവിടെ രേവതി ചേച്ചിക്ക് പറയാനുണ്ട്, ഇല്ലേ ചേച്ചി? അതായത് ഞാനൊരു ഫാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ഒരു ഷെഡ്യൂളായിരുന്നു. പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്നും ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു കപ്പിൾ കയറും. ഭയങ്കര മാതൃകാപരമായിട്ടായിരുന്നു, ഭയങ്കര സ്നേഹം. അവർ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയൊക്കെ ഇന്ന് കുറേ ഇങ്ങനെ കണ്ടുകൊണ്ടു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഞാനും അതുപോലെ ആവുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തിരുവനന്തപുരം സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു ലേഡി വന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവള് ഒരുമിച്ചാണോ ഇരിക്കുന്നത് എന്നും. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എന്താ? അയ്യോ, ഇത് എന്റെ ഭർത്താവാന്ന്. ഇത് റിയൽ സംഭവിച്ചിട്ടുള്ള, പക്ഷെ ആരെന്ന് ഞാൻ പറയത്തില്ല. ഇതാണ് സംഭവം. ഹാൻഡിൽ ചെയ്ത് ഞാനൊന്നും വേണ്ടിയില്ല. അത് എനിക്ക് ഞാനില്ലല്ലോ അതിനകത്ത്. അവരെങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്തു. എന്തായാലും ആള് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ആള് പോയി. പിന്നീട് അവർ ഒരുമിച്ച് വന്നിട്ടില്ല ബസ്സിൽ. ഇല്ല, പിന്നെ വേറൊരു പയ്യനായിരുന്നു കൂടെ. പിന്നെ ആ ബസ്സിലേക്ക് വന്നിട്ടില്ല. വേറെ ഉണ്ടോന്നുള്ള നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അതെ അതെ. ഇത് കണ്ടപ്പോ എനിക്ക് അതാണ് കണക്ട് ചെയ്യാൻ തോന്നുന്നത്. ഇതിൽ സ്കിറ്റ് അടിപൊളിയാണ്, ഭയങ്കര രസമായിരുന്നു. രഞ്ജു ചേട്ടൻ ഫാത്തിമ അടിപൊളി. ഇത്തവണ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു. സ്പെഷ്യലി ആ ഫാത്തിമയുടെ ആ ഭാഗവും പിന്നെ വണ്ടിയിൽ കയറുന്നതും ഇത് ഇത്തവണ നടന്നില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. പോലീസ് സ്കോർ ചെയ്തു. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ സ്കിറ്റില് 3 പേരും ഒരു രക്ഷയില്ല. യെസ്, സൂപ്പർ ആൻഡ് സൂപ്പർ സൂപ്പർ. സത്യം. അല്ല, ആ സീക്വൻസ് ഒക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്തു. ആ പുറകിൽ ഒളിച്ചിരിക്കുന്നത്, ആ കോയയുടെ സംസാരത്തിൽ ഫ്രണ്ടിൽ വരുന്നത്, അതെല്ലാം നല്ല അടിപൊളി സിനിമ കണ്ടുപോലിരുന്നു. അതിനാണ് റിഹേഴ്സൽ റൂമിന് കൊടുത്തേക്കണം. ചെയ്യുന്നുണ്ട് അവര്, ചെയ്തില്ലേ? സാധാരണ നിമിഷ ഇവരുടെ രണ്ടുപേരുടെ പിടിച്ച് നിൽക്കും നിമിഷ. ഇന്ന് പക്ഷേ നിമിഷ ഗംഭീരമായിട്ട് ചെയ്ത്. ഇവർ രണ്ടുപേരുടെ ഇവർ രണ്ടുപേരും പറന്ന് കളിക്കുന്ന ആ കൂട്ടത്തിൽ നിമിഷ ഗംഭീരമായിരുന്നു. നിമിഷയെ കുറിച്ച് ആരും പറയാത്തോണ്ട് പറഞ്ഞു. ഹലോ മിസ്റ്റർ അഖിൽ, ഞാനിപ്പോ പറഞ്ഞില്ലേ 3 പേര് സമസമ. പിന്നെന്താണ് അതിന്റെ മേലെ നിന്റെ ഒരു കമന്റ് എന്തിനാണ് അതിൽ? അതിരിക്കട്ടെ പാവം. അല്ല, അതെന്താ നിമിഷയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കമന്റ്? നിമിഷ സാധാരണ ആരും പറയില്ലേ ചേച്ചി? അപ്പൊ അല്ല, നല്ല മനസ്സിൽ നമ്മൾ അഖിൽ നല്ലൊരു കൈയടി കൊടുത്തു. അല്ല ചേച്ചി, ഇവനെ എപ്പോഴെങ്കിലും നിങ്ങൾ നെടുമങ്ങാട് ചുള്ളാളം ബസ് കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഇപ്പൊ ഒന്ന് ചുള്ളാളം പോകുന്ന ബസ് ഇല്ല. അതല്ല, നമ്മുടെ ഏക വനിതാ ഡ്രൈവർ ചേച്ചി നമ്മുടെ അടൂരിന്നാണ് ഡെയിലി പോകുന്നത് അല്ലേ? പുനലൂരിന്ന് അടൂര് വഴി കായംകുളം. ഓ, അങ്ങനെ എന്നാലും അടൂരുണ്ട്. അത് മതി. കവലിയൂർ ബസ് ഉണ്ട്. കൗലൂർ ബസ് ഉണ്ട്. കൗലൂർ ബസ്സില്ലേ?
KSRTC കവലിയൂരില്ല. അവിടെ ഇല്ലേ? അവിടെ ഇല്ല. പറയാ ഇല്ലാതെ ഈ കഥകൾ വേറെ ഇവരെ പറ്റി നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് ഭാഗ്യായി. ശരി, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സ്കിറ്റ് നിങ്ങൾ പെർഫോം ചെയ്തു, ഞങ്ങൾ ചിരിച്ചു. പക്ഷെ ബാറ്ററി എത്രത്തോളം ഹാപ്പി ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. ചാർജ് എത്രത്തോളം കയറിയിട്ടുണ്ടാവും എന്നുള്ളത്. ഡാൻസ് ഉണ്ടാവും എന്നാ ബാറ്ററി ചൂടായോ? ഓ, എന്നാ നമുക്ക് നോക്കാം. ബാ. ബാങ്ക് ഓഫ് ബോംബെ 50,000 രൂപ ഇട്ട് കൊടുക്കേണ്ടതാണ്. സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ വീണ്ടും അടിപൊളി പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരിക. 75,000 അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.